ஏடா உன் வீட்ல டிவி இல்லடா அங்க போய் பாறா அப்படி சிசிடிவி ஏட்டின்றாரு அத டிவி இந்ததண்டா பாப்பாரு இதோட சின்ன முடிந்தாங்க போட்டோ பார்த்துட்டு ஸ்டார்டிங் வந்து ഫ്രണ്ട്സ് ഇരിക്കും ഇച്ഛാനിരിക്കും ആദ്യം ഫ്രണ്ട്സ് ഇരിക്കും ഞാനല്ല ആദ്യം പറഞ്ഞത് ഇച്ഛാനൊരു പ്രത്യേക ആളാണല്ലേ അതെന്നാണ് ഒന്നുമില്ല എവിടെയെങ്കിലും പോകുമ്പോൾ പറഞ്ഞിട്ട് പോകുന്ന സ്വഭാവമല്ലല്ലോ ഇവിടെ എല്ലാത്തിനും ഞാനല്ലേ ഉള്ളൂ പിന്നെ വെറുതെ ഇരുന്ന് ശീലമില്ല എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു കല്യാണം കഴിഞ്ഞ് ഇപ്പോഴാ ഒന്ന് അടുത്ത് കിട്ടിയത് ഞാൻ അടുക്കളയുടെ വാതിൽ അടച്ചിട്ട് നോക്കിട്ടല്ലേ என்னடா ஐயோ പൈറ്റകാരണ ഈ തലതെറിച്ചവന്മാരെക്കാളും മിടുക്കന്മാരാണ് നമ്മളെന്ന് കാണിക്കുന്നത് ഈ പെൺപിള്ളേരുടെ മുമ്പില് നമ്മൾ നമ്മുടെ കരുത്ത് കാണിക്കും അല്ലെ നമുക്കൊരു വില ഉണ്ടാവില്ല ധൈര്യത്തോടെ ஹார்ட் பீட் சவுண்ட் இருக்கு ഫ്രണ്ട്സേ ഈ ചെയ്യാൻ കുറച്ച് വെള്ളം എടുത്തിട്ടേ ഫ്രണ്ട്സേ என்னடா ഫ്രണ്ട്സേ என்னடா ഫ്രണ്ട്സേ 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 അമ്മച്ചി അമ്മച്ചി എന്താ ഫ്രണ്ട്സിക്ക് നേരത്തെ നെഞ്ചിൽ വേന എന്തോ പറഞ്ഞായിരുന്നു ഇപ്പൊ വിളിച്ചിട്ട് എഴുന്നേക്കുന്നില്ല என்னடா എന്നാ അമ്മച്ചി നിനക്കറിയത്തില്ലല്ലേടാ അറിയത്തില്ലല്ലേ നിനക്കറിയത്തില്ലല്ലേ അറിയത്തില്ലല്ലേ എന്നതാ என்னடா ஆச்சு உனக்கு தெரியாதான்னு தான் சொன்னாங்க அம்மா அதான் நினைக்கிறேன் தெரிஞ்சு வாய்க்கு கடிச்சு வச்சிட்டாரா சமையல் ஃப்ரேமு എന്നാ സ്ലീവാച്ച രാവിലെ തന്നെ സ്ലീവാച്ചൻ എവിടെയാന്ന് ചോദിച്ചു രാവിലെ അമ്മച്ചി 2-3 വട്ടം വിളിച്ചായിരുന്നു കേട്ടോ ഞാനും 1-2 വട്ടം സ്ലീവാച്ചൻ രാവിലെ വിളിച്ചായിരുന്നു കിട്ടിയില്ല ഇനി അമ്മച്ചി വിളിച്ച ഫോൺ എടുക്കണ്ട എന്നെ ഉള്ള കയ്യിൽ എന്റെ കയ്യിലൊന്നുമില്ല ഞാൻ ചുമ്മാ ചോദിക്കുന്നേ ഉള്ളൂ കുറെ അത്യാവശ്യമുണ്ട് നീ അത് കിട്ടറാശം മൊത്തം എടുത്തു എന്നിട്ട് വല്ലൊരു ഫുള്ളും വാങ്ങിച്ചു ഫുള്ളാ അപ്പൊ രാവിലെ തന്നെ കള്ളുകൂടിയാണല്ലേ കണ്ടപ്പോഴേ തോന്നിയായിരുന്നു അത്രയ്ക്ക് പ്രശ്നമൊന്നുമില്ല സാറേ ആ പയ്യന്റെ മുഴുവൻ കുടുംബക്കാർ ഇവിടെ ഉണ്ട് ആ റോസമ്മ എന്നാ ഡോക്ടറുടെ പേര് സാറൊന്ന് നേരിട്ട് വിളിക്കണം അത്രേ ഉള്ളൂ ആ ശരി താങ്ക് യു സാർ ஐயோ எல்லாரும் രണ്ടുപേരും അറിയാൻ വെച്ചെടുത്ത് വരുന്നുണ്ട് കേട്ടോ കാണാത്ത മട്ടിരുന്നു ഞങ്ങൾ ശ്രീവാസിന്റെ പെണ്ണിനെയും കൊണ്ട് വന്നത് അവക്കൊരു വല്ലായിരുന്നു ക്ലിപ്പിട്ട് കിടത്തേക്കോ ചേട്ടത്തി
ഇന്ന് ധ്യാനം തുടങ്ങുമല്ലോ, പോകുന്നില്ലേ? അയ്യോ പിന്നെ പോണം. എന്റെ കുഞ്ഞെ ഇന്നലെ രാവിലെ മുതൽ എന്റെ കാലിന്റെ ഉള്ളനടിയിൽ ഭയങ്കര പുകച്ചില്. എന്നാ പറ്റിയതാടി? എന്തായി? ഡോക്ടർ അന്വേഷിച്ചോണ്ടിരിക്കുക. അവർക്കൊരു കോള് വന്ന് കാണും, ഒന്ന് കയറി ചോദിക്കാവോ? എന്റെ പൊന്നി ഏട്ടാ, നിങ്ങൾ വേഗം ആളെ എത്തിക്കാൻ നോക്ക്. ഡോക്ടർ ഭയങ്കര ദേഷ്യത്തിലാ. അവരെ നിങ്ങൾക്ക് അറിയാൻ മേലാത്തോണ്ടാ. പിന്നെ പോലീസുകാരോടുകൂടി നിങ്ങൾ മറുപടി പറയേണ്ടി വരും. ഒന്നുമില്ല ഏട്ടത്തി. ലീവാച്ചനും ചെയ്യടി. അവനിപ്പോ വരും. ആ വെറും വയറ്റിൽ ഇങ്ങനെ അടിക്കല്ലേ എൻ്റെ സ്ലീവാച്ച. കുറച്ച് ഇതെടുത്ത് കഴിക്കുക. എന്നാ പറ്റി? എന്നാ അത്ര ടെൻഷൻ? ഒന്നുമില്ലടാ. ഇനി പാലാക്കി എപ്പോഴും ബസ്സുള്ളേ? പാലായിക്ക് 12:30 ഒരു ഒറ്റ ബസ്സുണ്ട്. എന്നെ ആർക്ക് പോവാനാ? സ്ലീവാച്ച ഇതിങ്ങനെ വെച്ചോണ്ടിരിക്കും, ഇതൊന്ന് കഴിച്ചേ. ഓ വിശപ്പില്ലടാ. നല്ല ബീഫാന്നേ അത് നിങ്ങൾ വെച്ചോണ്ടിരിക്കുക. കുറച്ചെടുത്തും കഴിച്ചെന്നേ. പിള്ളേരെ പോലെ. ആ ഫസ്റ്റ് പാർട്ടിയാ. നീ ഇവിടെ ഇരുന്ന് പുട്ടും ബീഫും കഴിച്ചോണ്ടിരിക്കുക അല്ലേ? അവിടെ മാട്ടൻ சொல்லி ആളിവിടെ ഉണ്ട്. ആ നമ്മുടെ പുതിയ ബിൽഡിങ്ങില്ലേ? ഇപ്പൊ എത്താ. அவன் ஏன்டா காட்டாமே வச்சுக்கிறான். ഞാൻ ഈ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തിട്ട് വരാം. ചെല്ലേ. ഒന്നും പുരില്ല. ഡോക്ടറെ കാണാൻ ജോലി. ஏய் வாயில அது ரத்தமா இருக்குடா. இல்ல ഡോക്ടറെ ഇതേ ആളെത്തിയിട്ടുണ്ട്. ആരാ? അയ്യോ ഞാനല്ല, ഇതാണ് ആള്. കുടിച്ചിട്ടുണ്ടോ? മുഖത്തോട്ട് നോക്കി പറയടാ ലീവാച്ച. അമ്മച്ചത് ഇറങ്ങി നിന്നേ. എല്ലാരും ഒന്ന് പുറത്തോട്ട് വന്നേ. எல்லாரையும் வச்சு கேட்பாங்களோன்னு நினைச்சு. എന്നോടോ തന്റെ പേര്? സ്ലീവോ? എത്ര വയസ്സുണ്ട്? 35. താനൊക്കെ ഏത് കാലത്താണോ ജീവിക്കുന്നത്? സാമാന്യ ബോധം എന്നൊരു കാര്യമുണ്ടോ തനിക്ക്? സ്വന്തം ഭാര്യയോട് ആരെങ്കിലും ചെയ്യുന്ന പണിയാണോ താനും ചെയ്തിട്ടിരിക്കുന്നത്? ശാരീരിക ബന്ധം എന്ന് വെച്ചാൽ താൻ എന്നാ ഉദ്ദേശിച്ചേ? കൂലിപ്പണിയാണെന്നാണോ? ഇങ്ങോട്ട് നോക്കണം. ரொம்ப கியூரியஸா இருக்காருங்க. நம்மளோட இருந்தாதான் பண்ணாரு. ചേച്ചിക്ക് വല്ല വിശേഷം ഇല്ലെങ്കിൽ ഞാൻ ചോദിച്ചെന്ന്. ഇത് ഞാൻ കേസാക്കാൻ പോവാ. പോലീസുകാർ നിർത്തോളം നിന്നെ സൂക്കേട്. 376 ബലാത്സംഗം, 498 ഗാർഹിക പീഡനം. കുറഞ്ഞത് 7 വർഷം നീ അകത്താ. അയ്യോ ഡോക്ടർ, ഇതൊരു വിഷയമാക്കരുത്. ഞാൻ എന്നെ വേണമെങ്കിലും ചെയ്തോളാം. അതിന് എന്നാ ചെയ്യാനാ? ഇനി ഒന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല. അതെന്നാന്നറിയോ, വീട്ടില് ഞാനും അമ്മച്ചി മാത്രമേ ഉള്ളൂ. അതിന് അല്ല ഡോക്ടർ, ഒന്നും തണുത്ത് പുറത്തോട്ട് നിന്നേ. പുറത്തോട്ട് നിന്നേ. ചെല്ലേ. ഡോക്ടർ എന്നാ இந்த പറഞ്ഞതാ? பாய வச்சு சாவடிக்கணும். എന്റെ അച്ഛോ, ഇത് ഉറപ്പായിട്ട് ഇന്റിമേഷൻ വിടേണ്ട. പക്കാ റേപ്പാ. എന്റെ പൊന്നു ഡോക്ടറെ, അങ്ങനെയൊന്നും പറഞ്ഞ് പേടിപ്പിക്കില്ലേ. അളിയനൊരു അബദ്ധം പറ്റിയതാ. അളിയന്റെ അബദ്ധം ഒരു പെകച്ചൊരു അവസ്ഥയിലേക്ക് തന്നു. അബദ്ധം. പക്ഷേ ശ്രീവാച്ചൻ അങ്ങനെ ഒരു മോശം വ്യക്തിയല്ല. ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ നമ്മളാരും പ്രതീക്ഷിച്ചില്ല. എന്തായാലും അവനെന്തോ ഒരു മാനസിക പ്രശ്നമുണ്ട്. അടിച്ച് പൂസായിട്ട് എന്റെ മുന്നിൽ നിന്ന് മണത്തിന് നിൽക്കാൻ മേലായിരുന്നു. ഡോക്ടർ പ്ലീസ്, എൻ്റെ റെസ്പോൺസിബിലിറ്റി ഒറ്റ പ്രാവശ്യത്തേക്ക്. എന്തായാലും നിങ്ങൾ ഈ പയ്യനൊരു കൗൺസിലിംഗ് കൊടുക്കണം. ഈ കുടുംബജീവിതം എന്താണ്, ശാരീരിക ബന്ധം എന്താണെന്ന് ഈ പയ്യനൊരു പിടിയുമില്ല. ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. അമ്മച്ചി വിഷമിക്കണ്ട, ഞാൻ ഡിസ്ചാർജ് ചെയ്തിക്കോളാം. പിന്നെ ബലം പിടിച്ചതിൻ്റെ കുറച്ച് ക്ഷീണമൊക്കെ ആ കുട്ടിക്കുണ്ട്, അത് മാറിക്കോളും. മരുന്ന് കുറിച്ചിട്ടുണ്ട്, കൃത്യമായിട്ട് കൊടുക്കണം. ആ കുട്ടിക്ക് ഏറ്റവും ആവശ്യം പരിപൂർണമായ വിശ്രമമാണ്. രണ്ടും കൽപ്പിച്ചാൽ കയറി പോവാലേ? പിന്നല്ലാതെ ആശാൻ ധൈര്യമായിട്ടങ്ങ് ചെല്ലുന്നു. അപ്പൊ ശരിടാ. ആ പിന്നെ പുതിയ മണ്ടത്തിലൊന്നും കാണിച്ചു വെച്ചേക്കല്ലേ. അവന്റെ വരവുണ്ടോ? യാതൊരു കൂസലും ഇല്ലാതെ നാട്ടിലുള്ള പിള്ളേരോടെല്ലാം കൂട്ടുകൂടി അതും ഇതും എന്നെ പഠിച്ചു വെച്ചിട്ട് ബാക്കിയുള്ളവർക്ക് പുറത്തിറങ്ങി നടക്കാൻ മേലാത്ത അവസ്ഥ. ഇവനൊക്കെ എന്താണോ ചെയ്യുന്നത്? മതി. അമ്മച്ചി അവരെ തലേ കയറ്റി വെച്ചോ. ഞാനും കൂടെ വന്ന പിള്ളേരെല്ലാം തിരിച്ചുപോയി. അമ്മച്ചിക്ക് അതിന് യാതൊരു കുഴപ്പമില്ലല്ലോ. പാടിട്ടീനെ പറ്റിപ്പോയി അമ്മച്ചി. മതി വിഷമിച്ചത്. മുമ്പ് വെല്ലം കഴിച്ച് കിടക്കാൻ നോക്ക്. വിശപ്പില്ല അമ്മച്ചി, എനിക്കൊന്ന് കുളിച്ചാ മതി. വേളാങ്കണ്ണി മതമാണ്, 7 ദിവസം പുണ്യങ്ങളാണ് സത്യം. ഞാൻ ഇനി അങ്ങോട്ട് പോകണമില്ല, തുടരുമില്ല. അതൊരു പ്രശ്നം തീരുമില്ല. അല്ലെങ്കിൽ വേണ്ട, പോയി മാപ്പി വെച്ചാലോ. നിക്കടാ അവിടെ. നീ എങ്ങോട്ടാ പോണേ? ആ മുറിക്കത്തോട്ടെങ്ങാനും കയറിയ നിന്റെ മുട്ടുകാരി ഞാൻ തല്ലിയോടി. നീ എന്റെ മുറി പോയി കിടന്നാ മതി. ചെല്ല് പോ ചെല്ല്. வாடா காட்டாங்கடா.
മോളുടെ വിഷമം എന്താണെന്നും അമ്മച്ചിക്കറിയാം. 3-4 പെൺമക്കളെ പറ്റി വളർത്തിയുള്ള ഞാൻ എൻ്റെ മോന് വേണ്ടി ഞാൻ മോളോട് ക്ഷമ ചോദിക്കുക. മോള് കിടന്നു. அக்கா இருந்திருக்காங்க, அப்போ கூட எதுவுமே தெரியாம இருந்திருக்காங்க. கடைசி பையன்ல മോളെ അമ്മച്ചി ധ്യാനത്തിന് പോവാണേ. മോക്ക് കൂട്ടൻ ലില്ലിയുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ലില്ലിയോട് പറഞ്ഞാൽ മതിയേ. അമ്മച്ചി പോയിട്ട് വേണേ പോയിട്ട് വരട്ടെ. இவங்க வீட்டுல இருந்து எதுவுமே சொல்லியாடா? ஆள் வந்து வந்தாங்க, ஹாஸ்பிட்டல்ல இருந்தா മോളെ ഞാൻ ഇപ്പൊ വരാവേ. நான் ஊருக்குலாம் தெரிஞ்சிச்சு இல்ல, தேடி வந்து அடி போறான்னு நினைக்கிறேன். ഇത്ര പ്രായമായിട്ട് നമ്മുടെ കുട്ടായിക്ക് 10 പൈസ വരുന്നുണ്ട്. ഇത് കഷ്ടമല്ലോ. ഇന്നത്തെ കാലത്ത് ഇതൊക്കെ അറിയാൻ വേണ്ടാത്ത ആരെങ്കിലും ഉണ്ട്? ഇത്തിരി പോകുന്ന പിള്ളേർ. സ്ലീവാച്ചിനെ കുറ്റം വേണ്ട വല്ല കാര്യമുണ്ടോ? ഒട്ടുമിക്ക വീടുകളിലും ഇത് തന്നെയാണ് അവസ്ഥ. പിന്നെ ആരും ബോധം കെടുന്നില്ലെന്ന് മാത്രം. നേരെടി ശാന്തേ, ഈ ആണുങ്ങൾക്ക് അവരുടെ കാര്യം മാത്രം. എനിക്കും ഉണ്ട് 2-3 പിള്ളേര്. അതെങ്ങനെ ഉണ്ടായെന്ന് എനിക്ക് ആ കൊച്ചിന്റെ മുമ്പ് വെച്ച് അവനെ കുറ്റമൊന്നും പറഞ്ഞു. അതിന് ഞാൻ എന്നാ പറഞ്ഞോ? ഇതെങ്ങനെയും ഒന്ന് ശരിയാക്കി എടുക്കണ്ടേ? നിന്റെ സ്വഭാവം അറിയാന്നുകൊണ്ട് പറഞ്ഞതാ. പിന്നെ അയ്യോ മോളൊന്നും കഴിച്ചില്ലേ? അമ്മച്ചിനെ വീട്ടിൽ കൊണ്ടാക്കൂ, എനിക്ക് വയ്യ അമ്മച്ചി. കരയല്ലേ മോളെ, ഈ അവസ്ഥയിൽ മോള് പോകരുത്. ഞങ്ങൾ തകർന്നു പോകും. ദാനം ഒന്ന് കഴിഞ്ഞോട്ടോ. അമ്മച്ചി ഉണ്ടാക്കാം. ഇവിടെ നടന്ന എന്താണ് അമ്മച്ചി വീട്ടുകാരോട്. കരയല്ലേ മോളിഞ്ഞ് അവന്റെ കാര്യം ഓർത്തിട്ടാണെങ്കിൽ അവന്റെ ഭാഗത്തുനിന്ന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ലെന്ന് ഈ ഞാൻ ഉറപ്പ് തരാം. മോള് എല്ലാം കഴിക്കും. മോളോ வீட்டுல சொல்லியா? നീ ആ കൊച്ചിന്റെ അടുത്ത് വല്ല ശല്യത്തിനും ചെന്നായിരുന്നു? அவளுக்கு இப்போ வீட்டுல இருந்து யாருன்னா பார்த்தாலே கொஞ்சம் இதுவா இருக்கும். പിന്നെ അവൾ അവിടെ அவங்க வீட்டு ஆளு. എനിക്കറിയാൻ പാടില്ല, ഞാൻ ആ പരിസരത്തേക്ക് പോയിട്ടില്ല കേട്ടോ. പിന്നെ നീ ഇവിടെ എന്നെ എടുക്കുമായിരുന്നടാ? ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. നീ ആ കൊച്ചിനോട് വല്ലതും മിണ്ടിയോ? അമ്മച്ചിയല്ലേ പറഞ്ഞ ആ കൊച്ചിനോട് എല്ലാം മിണ്ടാൻ എന്റെ മുട്ടുകാലും എല്ലാം പിടിക്കുന്നു. നീ ഇങ്ങോട്ട് ഇറങ്ങി വന്നേടാ, ഇങ്ങോട്ട് ഇറങ്ങി വരാൻ. എന്റെ പൊന്നു ദൈവമേ, ഈ കന്നാലിയുടെ ബോധം പോലും ഇല്ലല്ലോ എന്റെ മോന്. എടാ അടുത്തേക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് ആ കൊച്ചിൻ്റെക്ക് ഒന്ന് മാറി കിടക്കണമെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അല്ലാതെ അവളോട് മിണ്ടരുന്ന് ഞാൻ പറഞ്ഞോടാ? എന്റെ ദൈവമേ, നീ എന്നാണ് ഇതൊക്കെ ഒന്ന് പഠിക്കുന്നത്? എന്നാ പിന്നെ അമ്മച്ചി പറഞ്ഞു ഞാൻ ഇനി എന്നാ ചെയ്യേണ്ടത്? എന്റെ മോനെല്ലാം ഒന്ന് കണ്ടറിഞ്ഞ് ചെയ്യണം. അമ്മച്ചിനെ എത്ര നാൾ ഉണ്ടാകാനാ? അവസാന കാലത്ത് ഇച്ചിരി വെള്ളം തരാൻ ആ കൊച്ചിന് നിനക്കുണ്ടാവും. ഇത് തല്ലിപ്പിടിപ്പിക്കേണ്ട കാര്യം വല്ലതും ആണോ? അമ്മച്ചി അവൻ പോകുന്ന പോക്കണ്ടില്ലേ? അവനെല്ലാം നിസ്സാരോ. ദൈവത്തെ ഓർത്ത് നീ ഒന്നും മിണ്ടാതിരി തന്നെ. ഭദ്രമായിട്ടും സന്തോഷകരമായിട്ടും കൊണ്ടുപോകുന്നു. എടാ ശ്രീവാച്ച, നിന്റെ ആക്രാന്തൊക്കെ മാറിയോടാ? ഒന്ന് മിണ്ടായിരിക്കാൻ പറ്റി. ഞാൻ പറഞ്ഞു വന്നത് മലമുഴക്ക് വേഴാമ്പൽ. നീ എങ്ങോട്ടേ പോകുന്നേ? ഞാൻ പോവാ. എന്നെ കൊണ്ട് വൈകി ഇങ്ങനെ കോമാളിയാ. എടാ നിനക്ക് ചെറിയൊരു കൈവത്തം പറ്റിയെന്ന് പറഞ്ഞ് നീ എന്നെ എത്രയെങ്കിലും എണ്ണപ്പെടുന്നത്? ഇത് നിനക്ക് മാത്രം പറ്റുന്ന കേസല്ലെന്നേ. നിനക്കറിയോ അവിടെ പാറക്കുടിയിൽ ജോസ് കുട്ടിയുടെ പെങ്ങളാ മിണ്ടാ പൂച്ചായിട്ടിരുന്ന പെണ്ണ് സോണി, അവളുടെ കല്യാണം കഴിഞ്ഞാണ്. അവളിപ്പോ കേസും കൂട്ടായിട്ട് വീട്ടിൽ വന്നിരിക്കുക. കാരണം തന്നെ ഭർത്താവിന്റെ അമിത ലൈംഗിക പീഡനം. അതിന് ഞാൻ അതൊന്നും വിചാരിച്ച ഇതല്ല. അതല്ലടാ, എടാ ആ കാര്യം നാട്ടിൽ ചുടുവും പോലും അറിഞ്ഞിട്ടില്ല. പക്ഷെ ഇതറിയും. നിന്നെ 10 പേര് അറിയുന്നോണ്ട് നാട്ടുകാരിങ്ങനെ പലതും പറഞ്ഞുകൊണ്ടെടുക്കും. അതിന് നിനക്കല്ല യാതം. സിൽവാച്ച ഇങ്ങ് വന്നേ. ഇത് നല്ല കാര്യം. എടാ നീ അന്ന് എൻ്റെ മുമ്പിൽ കുമ്പസാരിക്കാൻ വന്നപ്പോൾ ഈ കാര്യത്തിൽ നീ ഇത്ര പിഞ്ചാണെന്നുള്ള കാര്യം എനിക്ക് അറിയില്ല. എടാ ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയതല്ല, ഞാൻ അത്ര കാര്യമായിട്ടെടുത്തില്ല. നല്ലൊരു കൗൺസിലിംഗ് നിനക്കുണ്ടായിരുന്നെങ്കിൽ എൻ്റെ കുറ്റമാണ്, ഞാൻ ക്ഷമ വയ്ക്കണം. നമ്മുടെ പള്ളിയിൽ ഈ ധ്യാനം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ഫാമിലി കൗൺസിലിംഗ് നമ്മുടെ പള്ളിയിൽ വെച്ചിട്ടുണ്ട്. നല്ല ഫേമസ് അച്ഛനാണ് വരുന്നത്, എബി പുത്തുമുരുക്കൽ അച്ഛൻ. നീയും റിൻസിമോളും അതൊന്നും അച്ഛൻ്റെ. ஏன்னா அவங்க வீட்டுல இருந்து யாருமே வந்து இன்னும் கேட்கல. உன் அண்ணன்லாம் இருந்தாருல, பெரிய பிரச்சனையா வரலாம் நினைச்சேன். சொல்ல ஸ்டார்டிங்கே சொல்லிட்டாங்கல்லடா, அவங்க துபாயில வந்து போயிடுவான் நர்சர் வந்திருந்தாங்க, சீக்கிரம் மாப்பிள்ளை பார்க்குறாங்கன்னு. இதெல்லாம் அங்க யாருமே இல்லையா அவளுக்கு?
വെച്ചിട്ട് തന്നെ കുഴപ്പം? പെട്ടെന്ന് വരൂല്ലടാ. ആദ്യം ഇവർ രണ്ടുപേരും കണ്ടണങ്ങണം, ഇല്ലെങ്കിലേ കൊത്തുടൂ. നമുക്കൊരു ദിവസം ചേച്ചിനോടെ കൊണ്ടുവന്നാലോ? നീ നടക്കണ കാര്യമല്ലോ പറ. ആദ്യം അവൾ എന്നോടൊന്ന് മിണ്ടട്ടെ. മിണ്ടന്നേ. ഞങ്ങളൊന്ന് പോയില്ലടാ ഹണിമൂണിന്. അന്ന് പനിയാന്ന് ഞാൻ ചുമ്മാ പറഞ്ഞായിരുന്നു. എന്നിട്ടുണ്ടല്ലോ വെളുക്കണ വരെ എൻ്റെ അടുത്ത് ഇരിക്കുവായിരുന്നടാ. ഞാനാണെ ഒന്നും മിണ്ടിയില്ല. ഇപ്പൊ ആണെങ്കിൽ അങ്ങനെ ഒരു അവസരം കിട്ടാൻ കൊതിച്ചു. ശ്രീവാച്ചന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്നറിയോ? എന്നാ? നാണോ? അതൊക്കെ പണ്ടല്ലോ, ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. നീ നോക്കിക്കോ മോനെ, ധ്യാനം ഒന്ന് കഴിഞ്ഞോട്ടെ. ഞാൻ അവളെ കൊണ്ട് പോകും. അന്ന് പോയാൽ സെയിം റിസോർട്ടിൽ. എന്നെ സ്ഥലമെന്നറിയാം അവിടെ, ഒരു മലയുടെ മേളിൽ. അത് മാത്രമേ ഉള്ളൂ. ഭയങ്കര ആഗ്രഹമാണ്. വേറെന്താ പറഞ്ഞു? വേറൊന്നും പറഞ്ഞില്ല. അമ്മുക്കുട്ടി, പാഷൻ ഫ്രൂട്ട്. അമ്മേ ഞാൻ വന്നേക്കാം. എടാ നീ ഉണ്ടോ? ഞാൻ കൊച്ചിനെ കൊണ്ടുവന്നേക്കാം. ஐயோ அந்த இது சொல்லிட்டானா ഹണിമൂൺ? നീ എന്ത് തീരുമാനമെടുത്താലും ചേട്ടൻ കൂടെ ഉണ്ട്. അവനെന്ന് പെണ്ണ് കാണാൻ വന്നപ്പോൾ എനിക്ക് ഡൗട്ട് അടിച്ചത്. അവൻ്റെ ഒരു കരിങ്കുറിഞ്ഞും തൊട്ടാവാടിയും. നീനിത് വിട്ടു വിളിച്ച് പറയണ്ട, ഞാൻ അവിടെ ആരുടെ പറഞ്ഞിട്ടില്ല. സുരേഷ് ഗോപിനെ പറ്റി സംസാരിച്ചിരുന്നില്ലേ? കുറ്റിയായിട്ടുണ്ടോ? അന്ന് ഹണിമൂണിന് പോയപ്പോ പനിയില്ലായിരുന്നു അല്ലേ? ഇല്ലായിരുന്നു. ഞാനത് പറയാൻ വരുമായിരുന്നു. ഞാൻ ചുമ്മാ ചോദിച്ചേ ഉള്ളൂ. ഇപ്പോഴും എന്നോട് ദേഷ്യമുണ്ടോ? ദേഷ്യമൊന്നുമില്ല, പക്ഷെ നമ്മൾ തമ്മിൽ ഇനി മുന്നോട്ട് പോവില്ല. എനിക്കതൊട്ടും കഴിയില്ല. എന്റെ പ്രശ്നം കൊണ്ടാട്ടോ. അയ്യോ അതല്ല അങ്ങനെ പറയുന്നത്. റിൻസിക്ക് ഒരു പ്രശ്നമില്ലല്ലോ. പ്രശ്നമൊത്തുണ്ടെങ്കിൽ ഞാനല്ലേ. അതാ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളെ പോലെ ഒരാളുടെ കൂടെ എനിക്കിനി ജീവിച്ചു പോകാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോ എന്നെ പറഞ്ഞു വരുന്നേ? ധ്യാനം കഴിയുമ്പോൾ എന്നെ വീട്ടിൽ കൊണ്ടാക്കണം. അമ്മച്ചിയോട് പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ ഈ തീരുമാനത്തിന് മാറ്റമൊന്നും ഉണ്ടാവില്ല. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരു പെണ്ണിനോട് ഇങ്ങനെ, ഒരു പെണ്ണിനെ ഇങ്ങനെ തുടർന്നത്. അതിങ്ങനെ ആയിപ്പോയതാ. ഒരു പെണ്ണിനോട് ഒരാണും ചെയ്യാൻ പാടില്ലാത്ത തെറ്റാ ഞാൻ തന്നോട് ചെയ്തു. റിൻസി എന്നോട് ക്ഷമിക്കും. എനിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ അറിയാൻ പാടുള്ളൂ. ஐயோ பசியில் எதாவது பண்ணிட்டாரா? കടക്കാത്ത ഭയങ്കര അടി കിടക്കോ? ആരെ? ആ ബെച്ചിയുടെ ഏച്ചന്മാരാ. പെണ്ണേസാണ്ട് ആരും ഓരോടെ നിരുന്നേ. എന്നാ വിഷയം? ഒരു വിഷയമില്ല, ഉള്ളതൊക്കെ ഞങ്ങൾ കൈകാര്യം. എന്നാ എന്നാ എന്റെ പൊന്നടാവ്, എനിക്കങ്ങ് അറിയത്തില്ല. ഞാൻ മര്യാദയ്ക്ക് ഇവിടെ ഇരുന്ന് ഗെയിം കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. ബാക്കി പറഞ്ഞു കൊടുക്കണം. ബെക്സി എന്നെ ഒന്ന് കാണാൻ വന്നാ സ്ലീവാച്ച. ഞങ്ങൾ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴവളുടെ ചാച്ചന്മാര് കയറി വന്നു. എത്രയും വേഗം നിങ്ങളോട് പറഞ്ഞു കൊടുക്കണം. അതായിരിക്കും നിനക്ക് നല്ലത്. ഒരു ചുക്കുമില്ല. എന്നെ കഴിഞ്ഞ നാളെ ഈ പിള്ളേരെ കൈ വെച്ച ഈ നാട്ടിൽ നടക്കാത്തൊന്നും ചെയ്തു. നീ ഈ തണ്ടിയിലൊക്കെ വളം വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ തന്നെ വിചാരിച്ചു. താവരെ വിളിച്ചോണ്ട് അറിയി പോയി. കണ്ണവനെ ഉപദ്രവിച്ചോണോ മാര്? നിനക്കാളെ പോറ്റാനുള്ള ധൈര്യമുണ്ടോ? എന്നാ നീ വെച്ച് വിളിച്ചിറക്കും. ബാക്കി കേട്ടു.